ഹായ് ഹലോ നമസ്കാരം. സജീന വ്ളോഗ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവുപോലെ തന്നെ എൻ്റെ ഈ ചാനലും ഈ വീഡിയോയും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതല്ല ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ആ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. ഓക്കെ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ ആരും അറിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു സംഭവം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് കണിപ്പയ്യൂർ നാരായണൻകുട്ടി എന്ന് പറഞ്ഞ വലിയൊരു ജ്യോത്സ്യരുണ്ട്. അത്യാവശ്യം ഫേമസ് ആണ് ആ പേര് കേട്ട. അദ്ദേഹത്തിൻ്റെ പ്രവചനത്തിനേക്കാൾ കൂടുതൽ ശക്തിയുള്ള, അതായത് ഭാവിയിൽ എന്ത് സംഭവിക്കും എന്ന് പ്രവചിക്കാൻ കഴിവുള്ള ഒരു അത്ഭുത സിദ്ധി കിട്ടിയ ഒരു ദേവത പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അത് നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളെ അറിയിക്കാൻ വിചാരിച്ചുകൊണ്ടാണ് ഞാൻ വന്നത്. അത് വേറെ ആരുമല്ല, നമ്മുടെ ദയാ അച്ചു. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് ചെന്ന് നോക്കിയാൽ മതി കേട്ടോ. കറക്റ്റായിട്ട് പറഞ്ഞു തരും കാര്യങ്ങളെല്ലാം. ഞാൻ ഈ പറയുന്നത് എന്തുകൊണ്ടാണ് ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? സംശയിക്കണ്ട, ഇതൊന്ന് കേട്ടു നോക്ക്. രേണു എന്റെ PR വർക്കുകാരോടാണ് ഞാൻ ഈ പറയുന്നത്. കുരു പൊട്ടിയിട്ട് യാതൊരു കാര്യമുള്ള സത്യങ്ങൾ ഞാൻ വിളിച്ച് പറയും. ഓക്കെ, അപ്പൊ കേട്ടോളി. രേണുവിന് കപ്പ് കിട്ടില്ല, ഇതൊരു യഥാർത്ഥമായ സത്യമാണ് ഞാൻ വിളിച്ചു പറയുന്നത്. അതിന് എന്നെ വെടി പടക്കം അമിട്ട് എന്നൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ഇപ്പൊ മനസ്സിലായല്ലോ. പിന്നെ എനിക്കൊരു കാര്യം നിങ്ങളടുത്ത് പറയാനുള്ളത്, ഈ ബിഗ് ബോസിലെ കപ്പ് ആരുടെ കയ്യിലാണ് ഇരിക്കുന്നതെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. അവൾ തീരുമാനിക്കും ഈ കപ്പ് ഇനി ആരുടെ കയ്യിൽ കൊടുക്കണമെന്ന്. പിന്നെ ചേച്ചി ഇത് പറഞ്ഞത് കൊണ്ട് ആരും കയറി ചേച്ചിയെ വെടി, ഗുണ്ട്, അമിട്ട്, പൊട്ടാസ്, പടക്കം എന്നൊന്നും വിളിക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കാരണം അത് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ചേച്ചി പടക്കം പൊട്ടിച്ചോണ്ടേയിരിക്കും എന്നാണ് പറയുന്നത്. ചേച്ചി പൊട്ടിച്ചോ, അത് ചേച്ചിയുടെ പേഴ്സണൽ കാര്യം. പക്ഷേ മറ്റുള്ളവരുടെ നെഞ്ചത്ത് കയറി പടക്കം പൊട്ടിക്കാൻ വന്നാൽ ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ ചേച്ചിക്കും കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ നോക്കാം. വല്ലപ്പോഴും എന്തെങ്കിലും ഒരു കണ്ടന്റ് വേണ്ടിയിട്ട് സുധിച്ചേട്ടാ കണ്ടില്ലേ, സുധിച്ചേട്ടാ കണ്ടില്ലേ എന്ന് പറഞ്ഞ് മാനത്ത് നോക്കി നിലവിളിക്കുന്നത് ഞാൻ കണ്ടുള്ളൂ. പിന്നെ ഫയർ, പുഷ്പ ഇത് കോപ്പി അടിച്ചിട്ട് ആ സിനിമയുടെ അല്ലു അർജുനും പറയുന്ന ഡയലോഗ് കോപ്പി അടിച്ചിട്ട് വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ചിരിച്ചു കാണാം. ഇതല്ല ഗെയിം, മനസ്സിലായ? അവൾ സുധിച്ചേട്ടാ സുധിച്ചേട്ടാ എന്ന് വിളിച്ചല്ലേ കാര്യങ്ങൾ പറയുന്നത്. ഈ സുധി എന്ന് പറയുന്നത് രേണുവിന്റെ ഭർത്താവല്ലേ, അല്ലാതെ രജിത് സാറേ, പ്രദീപേട്ടാ, രജിത് സാറേ, പ്രദീപേട്ടാ എന്നൊന്നും പറഞ്ഞു കണ്ടവരുടെ പേര് വിളിച്ച് കരയുന്നില്ലല്ലോ. ഉണ്ടോ? ഇല്ല. സുധി എന്ന് പറയുന്നത് രേണുവിന്റെ ഭർത്താവ് തന്നെയാണ്. അപ്പോൾ അവൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? രേണു സുധി. അതുകൊണ്ട് സുധി ചേട്ടാന്ന് വിളിക്കുന്നതിന് നിനക്ക് ഇത്ര കൊള്ളേണ്ട കാര്യമില്ല. ഓക്കെ, ഇനി ഈ വീഡിയോ ഒന്ന് കേട്ട് നോക്കാം. ഈ രേണുവിന് വീട് വെക്കാൻ സ്ഥലം കൊടുത്ത അച്ഛനിട്ട് നല്ല തട്ട നിങ്ങൾ എല്ലാവരും കൂടി കൊടുക്കുന്നത്, ഭീഷണിപ്പെടുത്തല്. ഇപ്പൊ ആ അച്ഛൻ തന്നെ വന്നിട്ട് പറയുവാണ്, ഞാൻ ഒരുപക്ഷെ മരണപ്പെട്ടാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഈ രേണുവിന്റെ വീട്ടുകാരാണെന്ന് ഇപ്പൊ ആ അച്ഛൻ പറഞ്ഞിരിക്കുകയാണ് ലൈവില്. നിവൃത്തികേട് കൊണ്ട് പറഞ്ഞിരിക്കുകയാണ്. അതാണ് അവസ്ഥ. അതെ, അച്ഛനെ കൊല്ലാൻ ഭീഷണിപ്പെടുത്തിയത് ആരാണെന്നും എന്താണെന്നും എങ്ങനെയാണെന്നും ഒക്കെ വഴിയെ അതിന്റെ സത്യങ്ങൾ എല്ലാം പയ്യെ ഇപ്പൊ പുറത്തു വരും. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, അച്ഛനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത് ഇന്റർനാഷണൽ കോളിൽ നിന്നാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ രേണുവിന് ഇന്റർനാഷണൽ കണക്ഷൻ ഉണ്ടാവാൻ അവൾ ഗൾഫിലോ മസാജ് സെന്ററോ സ്പാ സെന്ററോ ബ്യൂട്ടി പാർലറോ ഒന്നും നടത്തിയിട്ടില്ലെന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു അറിവ്. അറിവല്ല, ഉള്ളതാണ്. അവർക്ക് അങ്ങനെ ഒരു കണക്ഷനൊന്നും അവിടെ ഇല്ല. അപ്പോൾ പിന്നെ ഇത് ഏത് വഴി പോയതാണ്? കുറേ വ്ളോഗർമാരും പിന്നെ നമ്മുടെ മസാജ് സെന്ററിലെ നല്ല മസാജ് ചെയ്യാൻ കഴിവുള്ളവരൊക്കെ ആയിട്ട് കണക്ഷൻ ഉള്ളവരൊക്കെ ആവാം. എന്തിന്? രേണുവിനെ കൊടുക്കാൻ, രേണുവിനെ മുൻനിർത്തി ബാക്കിൽ നിന്ന് നിനക്കൊക്കെ കളിക്കാൻ വേണ്ടിയിട്ടുള്ള കളി. പക്ഷേ ഉടനെ ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരും. പിന്നെ പള്ളിയിൽ അച്ഛൻ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു യോഗ്യത ഇല്ല. ഞാൻ വീണ്ടും പറയുന്നു, ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. കയ്യിലൊരു കുരിശും പിടിച്ചുകൊണ്ട് നടന്നെന്നും പറഞ്ഞുകൊണ്ടൊന്നും പള്ളിയിൽ അച്ഛൻ ആവത്തില്ല. ഇദ്ദേഹത്തിന് കോൾ വന്നെന്നല്ലേ പറയുന്നത്, അപ്പോൾ റെക്കോർഡ് ചെയ്ത് കാണട്ടെന്നല്ലേ പറയുന്നത്. അപ്പോൾ ആ കോള് കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുചെന്ന് പരാതി കൊടുക്കാതെ അയ്യോ എന്നെ രേണുസുതി കൊല്ലാൻ ഭീഷണിപ്പെടുത്തുന്നത്, ഞാൻ മരിച്ചാൽ അതിന് ഉത്തരവാദി രേണുസുതി. എന്താണ് അച്ഛനോടാണ് അച്ഛൻ ചോദിക്കുന്നത്, എന്താണ് അച്ഛൻ ഇങ്ങനെയൊക്കെ? അച്ഛൻ നല്ല മഹത്വമുള്ള അച്ഛനാണെന്നൊന്നും നമുക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഈ കണ്ടവർക്കും കേട്ടവർക്കും ഒന്നും തോന്നില്ല. കാരണം അച്ഛന് ഫേമസ് ആവണം, ശരീരം അനങ്ങാതെ ഉണ്ടാക്കിയ കുറേ കുടുംബസ്വത്ത് കിടപ്പുണ്ട്, അത് വിറ്റ് കാശെടുത്ത് സുഖമായിട്ട് ജീവിക്കണം. അപ്പോൾ അച്ഛൻ്റെ വീട്ടുകാരൊക്കെ തന്നെ പണിയൊന്നാലും പോരെ അച്ഛനൊന്ന് ചിന്തിക്കച്ചോ. അച്ഛൻ എന്തായാലും വന്ന ഇന്റർനെറ്റ് കോളിന്റെ നമ്പരും കൊണ്ട് കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ചെന്നൊരു പരാതി കൊടുക്കുക. അല്ലാതെ വെല്ലോളം കിടക്കുന്ന ബിഗ് ബോസ് കിടക്കുന്ന ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരു പാവം പിടിച്ച പെണ്ണ് ഭീഷണിപ്പെടുത്തി അച്ഛനെ കൊല്ലാൻ നോക്കി അച്ഛൻ്റെ മരണത്തിന് ഉത്തരവാദി അവളാണെന്നൊക്കെ എഴുതി വെച്ച ദൈവം ചിലപ്പോൾ ഒന്നങ്ങ് തീരുമാനിക്കും. ഇരിക്കുന്ന ഇരിപ്പിൽ ഒരറ്റാക്ക് തീരത്തില്ലയോ അച്ഛ? അപ്പോൾ ആരെങ്കിലും വന്ന് ഭീഷണിപ്പെടുത്തി വെടിവെച്ചോ വെട്ടിക്കൊല്ലോ ചെയ്യേണ്ട ആവശ്യം ഉണ്ടോ അച്ഛ? അതാണ് പറഞ്ഞത്. അച്ഛനാവാനുള്ള ഒരു യോഗ്യത ഇല്ലാത്തൊരു അച്ഛനാണ് അച്ഛൻ. അച്ഛൻ എപ്പോഴും മുറുകെ പിടിച്ചോണ്ട് ഈ കുരിശുകൊണ്ട് നടക്കുന്നത് അച്ഛൻ അത്ര പിശാചുക്കൾ അടുക്കാതിരിക്കാനാണ്. അപ്പോൾ സ്വഭാവം അത്ര നല്ലതായോണ്ടായിരിക്കുമല്ലോ പിശാചുക്കളൊക്കെ അച്ഛൻ്റെ അടുത്ത് വന്ന് കൂടുന്നത്.
അപ്പോൾ ആദ്യം അച്ഛൻ്റെ ആ പവിത്രമായ കുപ്പായത്തെ അച്ഛനൊന്ന് ബഹുമാനിക്കും. ആ കുപ്പായം ഇട്ടുകൊണ്ട് എന്ത് പറയാം, എന്ത് പറഞ്ഞുകൂടാ എന്ന് ആദ്യം മനസ്സിലാക്കി അച്ഛനും പെരുമാറി. അപ്പോൾ അച്ഛനെതിരെ ഭീഷണി മുഴക്കിയവരെ കർത്താവ് തന്നെ അച്ഛൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിത്തരും. ദൈവവിശ്വാസി ആയോണ്ടാണല്ലോ അച്ഛൻ പെട്ടെന്ന് നേടി അച്ഛനായി പോയത്. അപ്പോൾ ആ ദൈവത്തിൽ ഉറച്ച് വിശ്വസിക്കച്ചോ. ചെയ്യുന്നവർക്കുള്ള കൂലി ദൈവം തന്നെ കൊടുക്കുമെന്ന് അച്ഛൻ വിശ്വസിക്കുക. അതല്ലേ ഒരു അച്ഛൻ ചെയ്യേണ്ടുന്നത്. അല്ലാതെ അച്ഛൻ ഈ അന്ധവിശ്വാസം കൊണ്ട് നടക്കാൻ പാടുണ്ടോ? ഈ പള്ളിയിൽ അച്ഛന്മാർക്ക് അന്ധവിശ്വാസം ഉണ്ടാവാൻ പാടുണ്ടോ? രേണുസുതി വന്നതുകൊണ്ടാണ് വസ്തുത കച്ചവടം നടക്കാത്തതെന്നൊക്കെ പറയുന്നതൊക്കെ വെറും അച്ഛൻ്റെ സ്ഥാനത്തെ അച്ഛൻ അവഹേളിക്കുന്നതിന് തുല്യമാണ് അച്ഛോ. അപ്പോൾ അച്ഛനൊരു കാര്യം ചെയ്യും. അച്ഛന് വന്ന് ആ കോളും കൊണ്ടുചെന്ന്, നമ്പറുണ്ടല്ലോ അതിൽ, അത് കൊണ്ടുചെന്ന് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കുക. അവരന്വേഷിക്കട്ടെ, സത്യാവസ്ഥ തെളിയട്ടെ. സത്യാവസ്ഥ അല്ലാതെ തെളിയാൻ വേറെ വഴികൾ വരുന്നുണ്ട് അച്ഛോ. അച്ഛനൊന്ന് വെയിറ്റ് ചെയ്, ഒരു 2-3 ദിവസം ഒന്ന് ക്ഷമിക്കുക. ഞങ്ങൾ അതിൻ്റെ ഒരു പിറകിലുള്ള ഒരു ഓട്ടത്തിലാണ്. കാരണം നമ്മളിപ്പോൾ ഇതിനകത്ത് ഇൻവോൾവ് ആയല്ലോ. അപ്പം അതുകൊണ്ട് അച്ഛനെ കൊല്ലാൻ ശ്രമിച്ച ഗുണ്ടകളെ പറ്റി നമുക്ക് വിവരം ഉടനെ കിട്ടും അച്ചോ. ഓക്കെ, എനിക്ക് അച്ഛനോട് പറയാനുള്ളത് അത് മാത്രമാണ് കേട്ടോ അച്ചോ. ഓക്കെ, ഇനി ഈ മഹദിയുടെ അടുത്ത മഹത് വചനം ഒന്ന് കേട്ടു നോക്കാം. ഈ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി അവരുടെ കൂട്ടായ്മ വീട് വെച്ചു കൊടുത്തു. അതിനില്ലാത്ത കുറ്റങ്ങളില്ല. ഓക്കെ ഡി, അത് ഫിറോസിനെ നീ എടുത്ത് വെച്ചോണ്ടിരുന്നു. നിനക്കതുകൊണ്ട് വലിയ ഒരുപാട് പ്രയോജനങ്ങൾ ഉണ്ടായിരിക്കും. അപ്പം ഞാനിപ്പോൾ ഈ കാണിക്കാൻ പോകുന്ന വീഡിയോ വ്യക്തമായിട്ടൊന്ന് കാണുക. ഇത് അവർ കെട്ടിച്ചമച്ചതോ ഉണ്ടാക്കിയെടുത്തതോ ഒന്നും അല്ലല്ലോ, റിയൽ ആയിട്ടുള്ള കാര്യങ്ങളാണേ. ആ അങ്ങേര് വന്ന് ആ വീടിൻ്റെ ബാക്കിയുള്ള മെയിൻ്റനൻസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. ഇപ്പം നിനക്ക് മാത്രം ഇത്ര വീണ്ടും വീണ്ടും ഇരിക്കുന്ന എന്തിന്? നല്ല തൊണ്ടും ചകരിയിട്ട് അങ്ങ് തേച്ചാൽ മതി, ചൊറിച്ചിലൊക്കെ അങ്ങ് മാറും. അപ്പം എന്തായാലും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇതിന്റെ ഡീറ്റെയിൽ പപ്പായ്ക്കാണ് അറിയുന്നത്. പപ്പ അത് കാണിച്ചു. കണ്ടോ, ഇതാണ് തേപ്പ്. കണ്ടോ, ഇത് നിങ്ങൾ കാണണം, ഇത് നിങ്ങൾ കാണണം. ഇതാണ് ഈ വീട് തേച്ച് വെച്ചിരിക്കുന്ന സാധനം. നിങ്ങൾ കണ്ടോ, എൻ്റെ ചുമ്മാ എൻ്റെ കൈ കൊണ്ട് ഇങ്ങനെ വയ്ക്കുമ്പോൾ ഇത് പോവുക. കണ്ടോ, ഞാൻ ചുമ്മാ ഇതിങ്ങനെ ഇത് എത്ര ദിവസം നിൽക്കും നിങ്ങൾ തന്നെ പറ. ഇവിടെ നനയാത്ത സ്ഥലമാണ്. ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇത് കണ്ടോ. ഇനി ചോർച്ചയുടെ കാര്യം അത് രേണു പറഞ്ഞ ഭാഗം ഞാൻ കാണിക്കാം. ഇവിടെ ഒരു ഗ്ലാസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നുള്ള എഴുത്തിലകത്തോടെ അടിക്കത്തില്ല. അതൊന്ന് അതിനി പോട്ടെ, ഒരു ഗ്ലാസ് ഇട്ടല്ല ഞങ്ങൾ പ്ലാസ്റ്റിക് വെച്ച് ഒട്ടിച്ചോളാം, അത് അവരുടെ കുറ്റം പറയുന്നില്ല. പക്ഷേ ഈ ഓട് ഇട്ടിരിക്കുന്ന ഇത് മേളിൽ ഒരു വീതി, താഴെ വീതി കുറവ്. അപ്പോൾ അവിടെ നിന്ന് ഓടിട്ട് ഇവർ നേരെ കിടക്കുന്നതാണ്. ഓടിട്ട് അവിടെ വരെ വന്നപ്പോഴത്തേക്കും വീതി കുറഞ്ഞു വരുമ്പോൾ വെട്ടി ഓടിട്ട് അപ്പോൾ ഇടയ്ക്ക് പൊങ്ങി ഉണ്ടാകുന്ന നിൽക്കുന്നത്. കാറ്റടിക്കുമ്പോൾ ഇതിൻ്റെ ഇടവഴിയെ ഓടിൻ്റെ ഇടവഴി പൊങ്ങി നിൽക്കുന്നതുകൊണ്ട് ഓടിൻ്റെ ഇടവഴി അതിനകത്ത് ആ മുറിയിലും വെള്ളം വീഴുന്നുണ്ട്. ഇതാ ഞങ്ങൾ ഈ നനയെന്ന് പറഞ്ഞാൽ അല്ലാതെ വാർക്ക നനയുന്നതിൻ്റെ കാര്യമല്ല. പിന്നെ വാർക്ക ഒരിടത്ത് ലീക്കുണ്ട്, അത് കാണിക്കാം. ഇത്രയും ഭാഗം ഈ ബീമിൻ്റെ അടി തൊട്ട് ഇവിടെ ഇങ്ങനെ ലീക്ക് വന്നിരിക്കുന്നത് കണ്ടോ, ഇതിൽ വെള്ളം ലീക്കുന്നത് ഇങ്ങനെ ഒരു ലീക്കുണ്ട്. അതല്ലാതെ കോൺക്രീറ്റ് വേറെ ഭാഗത്തൊന്നും ലീക്കുണ്ടെന്നോ ഒന്നും ഞങ്ങൾ പറയുന്നില്ല. കാരണം നമ്മൾ ചെയ്യുന്ന കാര്യം സത്യസന്ധമായിരിക്കണം. തേപ്പ് ഉൾപ്പെടെ വെള്ളം നനഞ്ഞ് ഒഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കോൺക്രീറ്റ്. ഇത് ഈ 2 മീറ്റർ മേലുള്ള ഇത് അടിയിലൊന്നും ഇല്ലാതെ ചുമ്മാ കട്ട കെട്ട് പിടിച്ചാൽ നിൽക്കുമോ? ഏത് മനുഷ്യനാണ് അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ? നമ്മളില്ലെങ്കിൽ മതിലില്ലെങ്കിൽ വേണ്ട, മതിൽ കിട്ടുന്നില്ല എന്നല്ലേ വെക്കത്തുള്ളൂ. നമുക്ക് പറഞ്ഞ അവർ വീട് മാത്രം വെച്ച് തന്നിട്ടുള്ളെങ്കിൽ ഞങ്ങൾ മതിലിൻ്റെ കാര്യം വേണ്ടത്തില്ല. ഇതൊന്നും വെളി വരുത്. രേണു സ്തുതി പറയുന്ന കള്ളമാണ്, അവരുടെ വീട്ടുകാർ പറയുന്ന കള്ളമാണ്. ഓടൊക്കെ പറഞ്ഞ് വെച്ചിട്ട് ഒന്നും വെച്ചിട്ടില്ല, തേച്ചിട്ടുമില്ല. ഓട് മാറി കിടക്കണം, നാണി അടിച്ചാൽ ഓട് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ആയിക്കോട്ടെ, അതൊന്നും ഇനി ഇവർ വന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ നോക്കിക്കോളാം. ഒരു അപകടം വന്നാൽ ഒരു ഇത് അടിച്ച് പറിച്ച് കാറ്റ് വലിയ കാറ്റ് ഇവിടെ അടിച്ച് പറിച്ച് പൊക്കി കളഞ്ഞു ആരുടെങ്കിലും തലേ വീട് എന്തെങ്കിലും അന്ന് ഫാൻ വീണ് എനിക്ക് എന്തെങ്കിലും പറ്റി, ഈ പഞ്ചായത്തുകാർ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമ്മളവിടെ ചെന്ന പഞ്ചായത്തിന് എന്തെങ്കിലും തെളിവുണ്ടോ? ഉണ്ടോ? അപ്പോൾ ഒരു വീട് വെച്ച് തരുമ്പം അത് ആ നിസാര ആ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് തരാതെ ഞങ്ങളെ വെറും എന്താ പറയുന്നത്, വെറും നികൃഷ്ട ജീവികളെ പോലെ എണ്ണുകയും അവിടെ താമസിക്കുന്ന കൊണ്ട് ഇവർക്ക് സങ്കടം. ഇയാൾക്ക് THDC സങ്കടപ്പെട്ട കാര്യമില്ല. നിങ്ങൾ പണം മുടക്കി വീട് വെച്ചോണ്ട് ആ നന്ദി സ്നേഹം ഞാൻ കൊണ്ടുവന്നേ. ഞങ്ങൾ ഇതുപോലെ അവിടെ കയറി ആക്ഷേപിച്ചുകൊണ്ട് മാത്രം ഇതിട്ടില്ലെങ്കിൽ മരണം വരെ വിടത്തില്ല. കണ്ണി കുരുവൊന്നുമില്ലല്ലോ, കണ്ടല്ലോ. ഇതൊന്നും അവർ ഇമാജിൻ ചെയ്തുണ്ടാക്കിയതല്ലല്ലോ. 2 വർഷം പോലും ആയില്ലല്ലോ ആ വീട് പണിതിട്ട്. ഇപ്പോൾ 18, 20, 50 വർഷങ്ങളുള്ള വീടൊക്കെ നല്ല അന്തസ്സോട് നല്ല അന്തസ്സായ രീതിയിൽ നിൽപ്പുണ്ട്. ഒരു പൊരിച്ചിലും ഒരു പൊഴിച്ചിലും ഒന്നും ഇല്ലാതെ. ഇത് പറഞ്ഞതൊന്നും കള്ളമല്ലല്ലോ. ഇപ്പം മനസ്സിലായോ മാഡം? ഓക്കെ, ഇനി അടുത്ത വീഡിയോ ഒന്നും നോക്കാം. കപ്പടിക്കില്ല എന്നുള്ളത് 100% ഞാൻ സത്യമായ കാര്യമാണ് ഞാൻ ഈ വിളിച്ച് പറയുന്നത്. കപ്പടിക്കാതെ അവൾ തിരിച്ചു വരുമ്പോൾ ഈ രോഷം, ഈ ഒരു ഞാൻ കപ്പടിച്ച് ഞാൻ കുറെ PR വർക്കുകളെ പുറത്ത് നിർത്തിയിട്ടുണ്ട്, അവരെന്നെ താങ്ങും എന്ന് പറഞ്ഞിട്ടാണ് അതിന്റെ ഉള്ളിൽ കിടന്നിട്ട് ഈ പുഷ്പ ഫയർ ഇടാ, ഫ്ലവർ അല്ലടാ, ഫയർ ഇടാ, താഴില്ലടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഡയലോഗ് അടിക്കുന്നത്. PR വർക്കുകൾ എന്നെ തള്ളി തരുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് കപ്പ് കിട്ടും എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് ഇപ്പൊ രേണു അവളെ കിടന്നിട്ട് സുധിച്ചേട്ടൻ കണ്ടില്ലേ, കൽപ്പന ചേച്ചി കണ്ടില്ലേ, കൽപ്പന ചേച്ചിനൊക്കെ എന്താണോ വിളിക്കുന്നത് എനിക്കറിയില്ല. സുധിച്ചേട്ടനാണ് ഇവിടെ വരാനുള്ള കാരണം എന്ന് ആദ്യം പറഞ്ഞു. പിന്നെ എന്താണ് പപ്പാനെ കുറിച്ച് പറഞ്ഞപ്പോൾ പപ്പ കാരണമാണ് ഞാൻ ഇവിടെ ഇരിക്കാൻ കാരണം എന്ന് പറഞ്ഞു. 5 പൈസയ്ക്ക് വേണ്ടി നീ അങ്ങ് ഒതുങ്ങ്. രേണു കപ്പടിക്കാതിരിക്കുമോ അത് അവളുടെ ഗെയിം കണക്കിരിക്കും. അതിലൊന്നും PR എന്നും പറഞ്ഞുകൊണ്ട് നീ ഉണ്ടാക്കുന്ന PR ഉണ്ടാക്കി നമ്മൾ കോടിക്കണക്കിന് അവളെ ഇങ്ങോട്ട് മേടിക്കാൻ വേണ്ടി ഇരിക്കുന്നവരൊന്നുമല്ല. ഫ്രണ്ട്ഷിപ്പ് നീ കണ്ടിട്ടില്ലടി, നല്ല ആത്മാർത്ഥ ഫ്രണ്ട്ഷിപ്പിനെ നീ കണ്ടിട്ടില്ല. അപ്പം കണ്ടിട്ടില്ലെങ്കിൽ നീ കണ്ടോ, അതാണ്ട് ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ എടുക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഓക്കെ, അപ്പോൾ എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയാണ് ഞാൻ ഘോരം പ്രസംഗിക്കുന്നത്, അല്ലാതെ PR വർക്കൊന്നും അല്ല. പിന്നെ ഇതിന് സത്യമായ കാര്യങ്ങൾ മാത്രം തന്നെയാണ് ഞാൻ പറയുന്നത്. ഓക്കെ,
അതല്ലാതെ റീച്ച് കിട്ടണം, റീച്ച് കിട്ടാൻ വേണ്ടി ഇവളെയൊക്കെ വിറ്റ് അരി മേടിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. അങ്ങനെ വേണമെങ്കിൽ ഞാൻ ഇത്രയും കിടന്ന് കഷ്ടപ്പെടേണ്ട, ഒരൊറ്റ നെഗറ്റീവ് വീഡിയോ ഇട്ടാൽ മതി, ഒരൊറ്റ നെഗറ്റീവ് വീഡിയോ ഇട്ടാൽ മതി, ഞാൻ ഉദ്ദേശിക്കുന്നതിൽ അപ്പുറത്തേക്ക് റീച്ച് എനിക്ക് കിട്ടും. പക്ഷേ അത് ആ റീച്ച് അല്ല മോളെ ഉദ്ദേശം, സത്യം പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നീ പറഞ്ഞ കണക്ക് കപ്പടിക്കാതിരിക്കുക, അതൊക്കെ അവിടെ ഗെയിം പ്ലാൻ കണക്കിരിക്കും. ഞങ്ങളുടെയൊക്കെ ലക്ഷ്യവും ഒരൊറ്റ ആഗ്രഹം ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ, രേണു സുധിയെ ബിഗ് ബോസിനകത്ത് ലാലേട്ടൻ അടുത്ത കണ്ടസ്റ്റൻസ് രേണു സുധി എന്നും പറഞ്ഞ് അകത്ത് കയറ്റിയ സമയത്ത് ഞങ്ങൾ വിജയിച്ചു. രേണു അവിടെ എവിടെയെങ്കിലും പറയുന്നത് നീ കേട്ടാ, എനിക്ക് കപ്പടിക്കണം, കപ്പും കൊണ്ട് പോയ പറ്റത്തുള്ളൂ എന്ന് രേണു എപ്പോഴെങ്കിലും പറയുന്നത് നീയൊക്കെ കേട്ടോ? ഇല്ല. അവളും പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ലാലേട്ടൻ എന്നെ കാരണം അത്രയ്ക്ക് അപമാനവും അത്രയ്ക്ക് സോഷ്യൽ മീഡിയ വലിച്ചു കീറിയ ഒരു വ്യക്തിയാണ് അവൾ. അതുകൊണ്ട് അവളുടെ വിജയം എന്ന് പറയുന്നത് അതിനകത്ത് കയറിയത് തന്നെയാണ്. ഞങ്ങളുടെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വിജയവും അത് തന്നെയാണ്, അതിലപ്പുറം ഞങ്ങൾ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ അവൾ ഗെയിം കളിച്ചാൽ അവൾക്ക് കപ്പ് കിട്ടും, കിട്ടാതിരിക്കേണ്ട കാര്യം എന്താ? നീയാണ് കപ്പ് കൊടുക്കേണ്ടത്, കിട്ടത്തില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ. അവൾ കയറിയതേ ഞങ്ങളെ വിജയം, കപ്പ് കിട്ടിയതിന് തുല്യം തന്നെയാണ് ഞങ്ങൾക്ക്. പിന്നെ നിന്റെ കൂട്ട് വേറുള്ള പരിപാടികളൊന്നും ചെയ്ത് ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനോ വേറെ രീതിയിൽ കളിക്കാനോ ഒന്നും അവൾക്ക് അറിയത്തില്ല. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കണം അവൾ വെറും ഒരു വാവളപ്പിയാണ്. ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. ആരെന്ത് പറഞ്ഞാലും അതങ്ങ് വിശ്വസിച്ച് ആണാ എന്ന് പറഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മന്ദബുദ്ധിയാണ് അവൾ. അവൾക്ക് സ്വന്തമായിട്ട് ഉറച്ചൊരു തീരുമാനം എടുക്കാനോ മറ്റുള്ളവരെ എങ്ങനെ ടാർഗറ്റ് ചെയ്യാമെന്നോ അവരെങ്ങനെ ചതിക്കാനോ വഞ്ചിക്കാനോ ഒന്നും ചിന്തിക്കാനുള്ള ശേഷി പോലും ആ പെണ്ണിനില്ല. അവളൊരു പാവമാണ്, ഒരു പാവമാണ്, വാ പൊളപ്പിയാണ് ആ പെണ്ണ്. വേണമെങ്കിൽ അവൾക്ക് ഇപ്പം അവളുടെ സ്ഥാനത്ത് ഇത്രയും സോഷ്യൽ മീഡിയ അറ്റാക്ക് കിട്ടി ഞാനായിരുന്നു അതിനകത്ത് ചെന്നിരുന്നെങ്കിൽ ഇതല്ലായിരുന്നു അവിടുത്തെ കളി. കാരണം ഒരു മനുഷ്യർ നെഗറ്റീവ് പറയാത്ത രീതിയിലായിരുന്നിരിക്കും എൻ്റെ അവിടുത്തെ കളിയും ഞാൻ അവിടെ നിന്ന് പുറത്ത് വരുന്നത്. പക്ഷെ അവൾക്ക് അതിൻ്റെ ആവശ്യമില്ല, അവൾ തെറ്റ് ചെയ്തില്ല, പിന്നെ എന്തിനാ അവൾ വെളുപ്പിച്ച് നെഗറ്റീവ് പറയുന്നവരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കണം? അവളായിട്ട് തന്നെയാണ് അവിടെ നിൽക്കുന്നത്. ഓക്കെ, അത് കേറ്റാതിരിക്കാൻ വേണ്ടി നീയും വേറെ കുറേ അവന്മാരും ഒക്കെ കിടന്ന് ഒരുപാട് ശ്രമിച്ചല്ലോ, ഒന്നും നടന്നില്ലല്ലോ. അവളതിനകത്ത് കയറിയാ. ഇപ്പം എത്രാമത്തെ ആഴ്ചയായി? 4ാമത്തെ ആഴ്ച. കഴിഞ്ഞ നോമിനേഷനിൽ ഒരേ ഒരാളാണ് അവൾക്ക് അവളെ നോമിനേറ്റ് ചെയ്തത്, അതൊട്ട് അവർ സ്വീകരിച്ചതുമില്ല. അവൾ നോമിനേഷനിൽ വന്നില്ല. നോമിനേഷനിൽ വന്നാൽ പോലും അവൾക്ക് വോട്ട് നല്ല കട്ടയ്ക്കുണ്ട്. അപ്പോൾ ഇവിടെ നോമിനേഷൻ വരാത്തത് കൊണ്ടായിരിക്കും വെളിയിലുള്ളവർക്ക് വിഷമം, അത് നമ്മുടെ സ്നേഹം എങ്ങനെ അറിയിക്കും എന്നുള്ളത്. അത് ഓർത്ത് മോൾ അധികം ടെൻഷൻ അടിച്ച് ഉറക്കം കളയേണ്ട കാര്യമേ ഇല്ല കേട്ടോ. നീ കിടന്ന് ഉറങ്ങ്. പിന്നെ കളിക്കേണ്ടത് എങ്ങനെയാണെന്നാണ് ചേച്ചി പറയുന്നത്. ബിഗ് ബോസ് സീസൺ 2 ചേച്ചിയല്ലേ, ചേച്ചിയുടെ കളി എങ്ങനെയായിരുന്നെന്ന് ഒന്ന് കാണിച്ചു കൊടുക്കുന്നേ, കണ്ടെല്ലാവരും ഒന്ന് പഠിക്കട്ടെ, എന്നിട്ട് അവരതേണക്കൊന്ന് കളിക്കട്ടെ. ചേച്ചിയുടെ അവിടുത്തെ കുറച്ച് കളികളും അവിടുത്തെ വരുന്ന ടാസ്കുകളൊക്കെ ചേച്ചി എങ്ങനെയാണ് നേരിട്ട് വിജയിച്ചതെന്നും ഒക്കെ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ചേച്ചി മറന്നിരിക്കുന്ന കാര്യമായിരിക്കും, എന്നാലും ഒന്ന് കണ്ടു നോക്ക്. ടാസ്ക് എന്ന് പറഞ്ഞിട്ട് നെഞ്ചത്തോട്ട് കത്തി കുത്തി കഴിക്കുന്ന പരിപാടിയാണ്. ചുമ്മാ ഇമോഷൻ കളിച്ച് കരച്ചിലും പിടിച്ചിട്ട് ഞാൻ പാവമാണെന്ന് ആര് കളിച്ചാലും അത് കൊള്ളു. പനി വന്നത് എന്താണെന്നറിയോ? മാഷിനും ഞാനൊരു ടേപ്പ് കൊടുത്തു എന്നുള്ള രീതിയിലാണ്. കണ്ട പാവം പോലെ മാഷ് പറഞ്ഞതിൽ മുക്കാലും നുണയാണ്. ഈ സഹതാപ തരംഗം ഉണ്ടാക്കാൻ ഭയങ്കര പിടിക്കാണ്. തന്നെയാണ് വേണുവേട്ട എന്ന് വിളിച്ച് രജിത് കുമാറിന്റെ പിന്നാലെ നടന്നത് പ്രേമം അഭിനയിച്ചുകൊണ്ടിരുന്നത്. ജസ്ലയും ദയയും തമ്മിൽ പുറത്ത് അടിപിടിയാണെന്ന് മനസ്സിലായപ്പോൾ ജസ്ലയെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാനും ജസ്ലയുമായി അടി കൂടുമ്പോൾ ഒരു കൂട്ടുണ്ടാവാനും ഒക്കെ വേണ്ടിയാണ് രജിത് കുമാർ ആദ്യം ദയയെ കൂട്ടിയത് ആദ്യ ദിവസങ്ങളിൽ. എന്നാൽ പിന്നീട് ആദ്യ ആഴ്ച തന്നെ ദയ നോമിനേഷനിൽ വന്നു. അപ്പോൾ ദയയെ നിലനിർത്താൻ വേണ്ടി രജിത് കുമാർ ദയയുമായി ചേർന്ന് ഐ ലവ് യു കളിച്ചു, ഡാൻസ് കളിച്ചു, മല്ലയുദ്ധത്തിൽ ഏർപ്പെട്ടു, അങ്ങനെ പലതും ചെയ്തു. ആർമിക്ക് ഒരു മെസ്സേജ് കൊടുത്തു ദയയെ നിലനിർത്തുമെന്ന്. അത് വിജയിച്ചു. രജിത് ആർമി വോട്ട് ചെയ്തു. ദയ ഔട്ടായില്ല. എന്നാൽ രജിത് കുമാർ വളരെ ക്ലാസി ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ദയ നിരന്തരം പ്രേമം പറഞ്ഞ അദ്ദേഹത്തിന് പിന്നാലെ നടന്നെങ്കിലും രജിത് കുമാർ അതിൽ വീണില്ല, വഴങ്ങിയില്ല. രജിത് കുമാർ ആ ദയയുടെ കളിക്ക് ഒട്ടും കൂടിയില്ല. ഈ രജിത് കുമാർ ഒരിക്കൽ പോലും ദയാ അശ്വതിയുമായി പ്രണയം കളിക്കുകയോ പ്രണയം പറയുകയോ പ്രേമിക്കാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ദയ ഇപ്പോൾ കാണിക്കുന്നതൊക്കെ ചില ഫ്രസ്ട്രേഷനുകൾ മാത്രമാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. ദയ കരുതിയത് രജിത് കുമാറുമായി കൂട്ടുകൂടി കഴിഞ്ഞാൽ പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം വളരെ എളുപ്പമാണ്, ബാക്കിയൊക്കെ രജിത് കുമാർ നോക്കിക്കൊള്ളും എന്നാണ് ദയ കരുതിയത്. രജിത് കുമാറും ദയാ അശ്വതിയും തമ്മിൽ എന്താണ് ബന്ധം? ഇവർ തമ്മിൽ എന്താണ് പ്രശ്നം? ഇന്നലെ കോടതി ടാസ്കിൽ രജിത് കുമാർ ദയക്കെതിരെ ഒരു കേസ് കൊടുക്കുകയും അതിൽ പരാജയപ്പെടുകയും ചെയ്തു. രജിത് കുമാർ പറഞ്ഞ പരാതി ഇങ്ങനെയായിരുന്നു: ദയ വന്നപ്പോൾ ആരും കൂട്ടാവാതിരുന്നത് കൊണ്ടും ഒറ്റപ്പെട്ടതുപോലെയൊക്കെ തോന്നിയത് കൊണ്ടും രജിത് കുമാർ ദയയോട് കൂട്ടായി. ദയയെ ആക്റ്റീവ് ആക്കാൻ വേണ്ടി അദ്ദേഹം പലതരത്തിൽ ശ്രമിച്ചു. പ്രദീപിനെതിരെ ദയ ഒരു പരാതി പറഞ്ഞു, അതിനും രജിത് കുമാർ കൂടെ നിന്നു. പിന്നീട് ദയ പറഞ്ഞത് മുഴുവൻ സത്യമല്ല എന്ന് മനസ്സിലായി, അതിനാൽ അകലം പാലിച്ചു. പിന്നീട് പവൻ വന്നപ്പോൾ രജിത് കുമാർ പവനോട് കൂട്ടായി. അതിൽ ദയയ്ക്ക് അസ്വസ്ഥതയുണ്ടായി. കണ്ണ് രോഗം ബാധിച്ച് പുറത്തു പോയി തിരിച്ചു വന്ന ദയ ഇമോഷണൽ ബാലൻസ് നഷ്ടപ്പെട്ട് പ്രദീപിനെ അറ്റാക്ക് ചെയ്ത പോലെ തന്നെയും അറ്റാക്ക് ചെയ്യുന്നു. എന്റെ പേര് ദോഷം മാറ്റി തരണമെന്നാണ് പറഞ്ഞത്. ദയ കണ്ടല്ലോ, ചേച്ചിയുടെ കളികളൊക്കെ കണ്ടല്ലോ. ഈ രജിത്ത് ഇവിടെ വന്നത് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ടാണ്. അതിൽ ഔട്ടായി ആദ്യം കയറി ചെയ്യുന്ന ഔട്ടായി പോയി കഴിഞ്ഞതിന് ശേഷം വൈൽഡ് കാർഡ് എൻട്രി ആയിട്ടാണ് ഇവളും ജസ്നയും അകത്തോട്ട് കയറിയത്. അപ്പോൾ പുറത്ത് വെച്ച് ചെറിയൊരു ഹിൻ്റ് ഉണ്ടായിരുന്നു, രജിത്തേട്ടന് അത്യാവശ്യം നല്ല ഫാൻ ഫോളോവേഴ്സ് ഉണ്ടെന്ന്. അതുകൊണ്ട് ഇവൾ ഇതിനകത്ത് വന്ന് കയറി രജിത്തേട്ടനെ അങ്ങ് ഒട്ടി. പക്ഷെ ആ ഒട്ടൽ ഇവളങ്ങ് ആത്മാർത്ഥമായിട്ട് ഇവക്ക് ആരെങ്കിലും എന്തെങ്കിലും ഒരു കൊട്ടേഷൻ കൊടുക്കാനൊന്നും വേണ്ട, നിന്നെ ഞാൻ കല്യാണം കഴിച്ചോളാം എന്നൊരു വാക്ക് കൊടുത്താൽ മതി എന്നേ, കാര്യം സെറ്റ്. ആ രജിത്തേട്ടൻ്റെ ഒരു ദയ ഉള്ളത് കൊണ്ട്
ഈ ദയ അവിടെ കുറച്ച് നാൾ പിടിച്ചു നിന്നു. ഇതൊക്കെ ആരാണ് എന്താ ദയ എന്ന് പേരിട്ട്? ഇവിടെ പേര് ദയൊന്നുമില്ല കേട്ടാ, ദീപ്തി എന്നങ്ങണ്ട എന്താ ഏതാണ്ട് പേര്, യഥാർത്ഥ പേരേതാ. സ്വന്തം പേരിൽ അറിയപ്പെടാൻ പോലും ഉള്ള വ്യക്തിത്വം ഇല്ലാത്തൊരു വ്യക്തിയാണ് ഈ ദയ അച്ചു. അച്ചു എന്തിനാ അച്ചു ഈ ദയ എന്ന് പറഞ്ഞെടുത്തിട്ടത്? ഒരു ദയ ഇല്ലാത്ത നിനക്കൊക്കെ ആരാ നിന്നെ ദയ അച്ചു എന്ന് വിളിക്കുന്നത്? ഓ എൻ്റെ പൊന്നോ. അപ്പോൾ നമ്മൾ അച്ചു മാഡത്തിൻ്റെ കളികളൊക്കെ എല്ലാവരും കണ്ടല്ലോ. ഇതേ കണക്ക് കളിക്കണമെന്നാണ് ഈ പറയുന്നത്. അതായത് കാണുന്ന ആണുങ്ങളുടെ നെഞ്ചത്തോട് ചാടി കയറി അവിടെ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് തമ്മിൽ തല്ലിച്ച് പ്രശ്നം ഉണ്ടാക്കി കൊതിയും നുണയും പറഞ്ഞ് കരഞ്ഞു. ഒരാളെയാണോ നോമിനേഷൻ ചെയ്യേണ്ടത്, അതോ രണ്ടുപേരെയും പറയണം അങ്ങോട്ടും ഇങ്ങോട്ടും? എനിക്ക് മനസ്സിലായില്ല ബിഗ് ബോസ്. അതായത് നമ്മളിൽ ഒരാളെ നമ്മൾ നോമിനേറ്റ് ചെയ്ത് കൊടുക്കണം. ഒരാൾ മതിയല്ലോ. നീ എന്നെ പറഞ്ഞു ഉറപ്പാണ്? നീ പറഞ്ഞു. സോറി, ഞാൻ പോയാലും നീ കളിച്ച് ജയിക്കണടാ. എഴുതി ഗെയിമിന് വരുമ്പോഴത്തേക്ക് എനിക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ തന്നെ പൊക്കോളാം, എലിമിനേഷനായി, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കളിക്കണമെന്നാണ് ഈ പറയുന്നത്. ഓക്കെ, ഇങ്ങനെയൊക്കെ കളിച്ചിട്ട് നീ എന്തായി? നീ എവിടായി? ഉള്ള കൊറോണ എല്ലാം കൂടെ വന്ന് എല്ലാം തൂത്തുവാരി പുറത്തിറങ്ങി ഓടി. ഓ എൻ്റെ പൊന്നു മോളെ, ഒരാളെ അങ്ങോട്ട് കുറ്റം പറയുമ്പോൾ നീ അതേ സ്ഥലത്ത് പോയിട്ടുണ്ടെന്നും നീ അവിടെ കാണിച്ചു കൂട്ടി എന്തൊക്കെയാണെന്ന് ആൾക്കാർക്ക് അറിയാമെന്നും എല്ലാം ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണ്ടേ പ്രതികരിക്കാൻ. നീ ഇങ്ങനെ അങ്ങ് എല്ലാവരെയും കുറ്റം പറയാൻ നിനക്ക് എന്ത് യോഗ്യത? ഈ കുറ്റം പറയുന്നതിൻ്റെ 10,000 മടങ്ങ് തെറ്റ് നീ ചെയ്തിട്ടാണ് മക്കളുടെ കുറ്റം പറയാൻ വന്നിരിക്കുന്നത്. നിനക്ക് എന്ത് യോഗ്യത? ഏതെങ്കിലും രീതിയിലൊരു യോഗ്യത ഉണ്ടോ നിനക്ക് കുറ്റം പറയാൻ? നിന്നെക്കാളും എന്തുകൊണ്ടും 1000 മടങ്ങ് അന്തസ്സുള്ളൊരു സ്ത്രീ തന്നെയാണ് രേണുസുതി. അപ്പം അവളെ കയറി ചൊറിയാനൊന്നും നീ ആയിട്ടില്ല. പിന്നെ നീ അങ്ങ് ജീവിച്ചോ. ഇപ്പം റീച്ച് രേണു എന്ന് പറഞ്ഞൊരു കണ്ടന്റ് എടുത്ത് ഒരു ഹെഡ്ലൈൻ കൊടുത്താലേ റീച്ച് ആവൂ, അങ്ങ് ആക്കിക്കോ. അപ്പം നീയൊക്കെ പറയുമായിരിക്കും ഞാൻ ചെയ്യുന്ന അതാണ്. അത് തന്നെ ആ പറയുന്നതിനകത്തൊരു സത്യം കൊണ്ടുപോവാ. എനിക്ക് പറയാൻ കഴിവില്ലാത്ത, ഞാൻ ചെയ്ത തെറ്റ് മറച്ചു വെച്ചിട്ട് വേറൊരാളെ കുറ്റം പറയാൻ ഞാൻ വരുത്തില്ല. ഞാൻ ചെയ്ത തെറ്റ് തെറ്റാന്ന് എനിക്കറിയാം. പിന്നെ ഒരാളെ ഉപദേശിക്കാനോ തെറ്റ് തിരുത്താനോ വരാനുള്ള യോഗ്യത എനിക്കുണ്ടോ? ഒരിക്കലും ഇല്ല. ഇപ്പം നീ പറഞ്ഞാണെങ്കിൽ പിണിയാണോ നടക്കണമെന്നല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ നല്ല ഫ്രണ്ട്ഷിപ്പ്, കട്ട ഫ്രണ്ട്ഷിപ്പ് വർക്കാണ് ചെയ്യുന്നത്. ഞാൻ ഇന്നലത്തെ വീഡിയോയിലും പറഞ്ഞല്ലോ, എൻ്റെ മുന്നിൽ അവളൊരു തെറ്റ് കാണിച്ച തെറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെതിരെയും അതിശക്തമായിട്ട് പ്രതികരിക്കാനുള്ള വോയിസും കപ്പാസിറ്റിയും കട്സും ഈ സജീനക്കുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ചേച്ചി കൂടുതൽ വിഷമിക്കണ്ട. അപ്പം നിൻ്റെ കണക്കുള്ള കളി അവൾ കളിക്കുന്നില്ല, വേണ്ട. അവൾക്ക് കപ്പ് കിട്ടിയില്ലെങ്കിൽ വേണ്ട, ഞങ്ങൾ അങ്ങ് സഹിച്ച് ആ കപ്പ് നീ വെച്ചോ. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായാലും ഇല്ലെങ്കിൽ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും താങ്ക് യു.